ഓണം പതിപ്പ്. ആമുഖം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് ഓണം. അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയാണ് ഓണം ആഘോഷിക്കുന്നത്. ഇന്ന് ലോകത്തെമ്പാടുമുള്ള മലയാളി കൂട്ടായ്മകൾ ഒത്തുചേർന്ന് വളരെ വിപുലമായി ഈ ഉത്സവം ആഘോഷിക്കുന്നു. പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനാണ്. അതുകൊണ്ട് തന്നെ ഓണത്തിനെ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന് വിശേഷിപ്പിക്കുന്നു. ജാതി മതഭേദമന്യേ ഒരൊറ്റ നൂലിൽ കോർത്തിണക്കുന്ന സൗഹൃദത്തിൻ്റെ പ്രതീകമാണ് ഓണം. ഐതിഹ്യവും ചരിത്രവും. കള്ളവും ചതിയും ഇല്ലാതിരുന്ന കാലമായിരുന്നു അസുരരാജാവായ മഹാബലിയുടെ ഭരണകാലം. മഹാബലിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു വാമന അവതാരം എടുക്കുകയും മഹാബലിയോട് 3 അടി മണ്ണ് ദാനം ആയി ചോദിക്കുകയും ചെയ്തു. മഹാബലി ഇതൊന്നും അറിയാതെ അനുവാദം കൊടുത്തു. പിന്നീട് വാമനൻ ആകാശമുട്ടെ വളർന്നു. 2 കാൽപാദം കൊണ്ട് തന്നെ വാമനൻ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3-മത്തെ കാൽപാദം എവിടെ വെക്കുമെന്ന മഹാബലിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി അനുവാദം നൽകി. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയെന്ന് പറയപ്പെടുന്നു. ആണ്ടിലൊരിക്കൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരുവാൻ മഹാബലിയുടെ അപേക്ഷ പ്രകാരം അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തിരുവോണനാളിൽ മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വരും എന്നാണ് ഐതിഹ്യം. ഓണാഘോഷത്തിൻ്റെ 10 ദിനങ്ങൾ. 1-ാം നാൾ അത്തം നാളിൽ ഒരിനം പൂ ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുന്നു. 2-ാം നാൾ ചിത്തിരി നാളിൽ 2 ഇനം പൂ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. 3-ാം നാൾ ചോതി നാളിൽ പൂക്കളത്തിൽ കൂടുതൽ വർണ്ണങ്ങൾ ഉപയോഗിക്കുന്നു. 4-ാം നാൾ വിശാഖം നാളിൽ വിവിധ ഇനം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 5-ാം നാൾ അനിയം നാളിൽ ആറന്മുള ഉത്രാട്ടത്തി വള്ളംകളിയുടെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. 6-ാം നാൾ തൃക്കോട്ട നാളിൽ സമ്മാനങ്ങൾ കൈമാറലും ബന്ധുവീട്ടിൽ സന്ദർശനവും നടത്തുന്നു. 7-ാം നാൾ മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത്. പാരമ്പര്യ കലാരൂപങ്ങളുടെയും കായിക വിനോദങ്ങളുടെയും തുടക്കം കുറിക്കുന്നു. 8-ാം നാൾ പൂരാടം നാളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാനായി വീടും പരിസരവും വൃത്തിയാക്കുന്നു. പൂക്കളം വലുതാക്കി ഒരുക്കുന്നു. 9-ാം നാൾ ഉത്രാടം നാളിൽ ഓണസദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ ശേഖരിക്കുന്നു. മുറ്റത്ത് വലുപ്പത്തിൽ പൂക്കളം ഒരുക്കുന്നു. 10-ാം നാൾ തിരുവോണ നാളിൽ വിഭവസമ്പന്നമായ ഓണസദ്യ ഒരുക്കുന്നു. ഓണസദ്യ മലയാളിയുടെ സംസ്കാരത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമാണ് ഓണസദ്യ. കാണൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. വാഴയിലാണ് സദ്യ വിളമ്പുന്നത്. ഇലയുടെ വീതിയുള്ള അറ്റം കഴിക്കുന്ന ആളുടെ വലതുവശത്ത് വരുന്ന രീതിയിലാണ് ഇല ഇടുന്നത്. തൊട്ടുകറി, ഉപ്പ്, ഇഞ്ചിക്കറി, മാങ്ങാക്കറി, നാരങ്ങക്കറി, ശർക്കര വരട്ടി, കായ വറുത്തത്, പപ്പടം, പഴം എന്നിവ ഇലയുടെ മുകൾ ഭാഗത്തു ഇടതുവശത്തായി ഇടുന്നു. ഒഴിച്ചുകറികൾ അവിയൽ, തോരൻ, കാളൻ, ഓലൻ, കൂട്ടുകറി, കിച്ചടി എന്നിവ ഇലയുടെ താഴത്തെയും വലതുവശത്തെയും ഭാഗങ്ങളിലായി വിളമ്പുന്നു. രസവും മോരും സദ്യയുടെ അവസാന ഘട്ടത്തിൽ ദഹനത്തിന് സഹായിക്കുന്നതിനായി വിളമ്പും. പിന്നീട് പലതരം പായസങ്ങൾ ഉണ്ടാകും. പൂക്കളം ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ആചാരങ്ങളിൽ ഒന്നാണ് പൂക്കളം. അത്തം നാൾ മുതൽ പൂക്കളം ഇട്ട് തുടങ്ങുന്നു. അത്തം നാളിൽ ഒരിനം പൂവ് കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. തുമ്പപ്പൂവാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. 2-മത്തെ ദിവസം 2 ഇനം പൂവ് കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടിക്കൂടി വരുന്നു. ഉത്രാടം നാളിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കും. പാരമ്പര്യ പൂക്കളായ തുമ്പപ്പൂ, തെച്ചി, മുക്കുറ്റി, കാക്കപ്പൂവ്, ചെമ്പരത്തി തുടങ്ങിയ നാടൻ പൂക്കളാണ് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഓണച്ചൊല്ലുകൾ. ഓണത്തേക്കാൾ വലിയ വാവില്ല, ഓണത്തിന് ഉറുമ്പും കരുതും. ഓണം കേറാമൂല. ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി. തിരുവോണം തിരുതാകൃതി. ഓണം കഴിഞ്ഞു ഓലപ്പുര ഓട്ടപ്പുര. ഉത്രാടമുച്ച കഴിഞ്ഞാൽ അച്ചിമാർക്ക് വെപ്രാളം. ഓണക്കളികൾ. വള്ളംകളി, കമ്പിത്തായം കളി, ബാരക്കളി, കുമ്മട്ടിക്കളി, ഓണത്തല്ല്, കൈകൊട്ടിക്കളി,
നായയും പുലിയും വെക്കൽ, കിളിത്തട്ടുകളി, സുന്ദരിക്ക് പൊട്ടുകുത്ത്, തലപ്പന്തുകളി, ആട്ടക്കളം കുത്തൽ. ഓണശൈലികൾ: ഓണം കേറാമൂല, ഓണം ഉണ്ണുക, ഓണപ്പാച്ചിൽ, ഓണം ഊട്ടുക, ഓണം സൗഖ്യകാലം, ഓണം കൊള്ളുക, ഓണം വിഷു തിരുവാതിര, ഉത്രാടപ്പാച്ചിലിൽ. മാവേലി നാട് വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം, ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. ആദികൾ വാദ്യകളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല, കള്ളവുമില്ല ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനഴിയും, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. അനുഷ്ഠാന കലകൾ: ഓണത്തെയ്യം, ഓണവില്ല്, വേലൻ തുള്ളൽ, പുലിക്കളി, കുമ്മട്ടിക്കളി, തുമ്പിത്തുള്ളൽ, ഓണത്തല്ല്. ക്വിസ്: ചിങ്ങം 1 ഏതു ദിനമായി ആഘോഷിക്കുന്നു? ഉത്തരം: കർഷക ദിനം. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ആക്കിയ വർഷം? ഉത്തരം: 1961. ഏതു മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്? ഉത്തരം: ചിങ്ങം. ഏത് ഐതിഹാസിക രാജാവാണ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: മഹാബലി. മഹാബലിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം: ഇന്ദ്രസേനൻ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം: വലിയ ത്യാഗം. ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത്? ഉത്തരം: തൃപ്പൂണിത്തറ. മഹാബലിയുടെ പിതാവിൻ്റെ പേര്? ഉത്തരം: വിരോചനൻ. അത്തം ദിനത്തിൽ എത്ര തരം പൂക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: ഒരിനം പൂവ്, തുമ്പപ്പൂവ്.